ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാണ് ബാബുരാമേന്ദ്രൻ്റെ ഇത് വരുന്നു, പിന്നെ ഹിന്ദിയിൽ വെബ് സീരീസുകൾ വരുന്നു. അപ്പോഴൊക്കെ ആൾക്കാരിലോട്ട് ഇത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആകുന്നുണ്ടല്ലോ. പക്ഷെ അന്നേരം ഒന്നും എനിക്ക് ഒരു പരിധിക്കപ്പുറം ടെൻഷൻ തോന്നില്ല. കാരണം നമ്മൾ പുകയുടെ സാന്നിധ്യം, പുള്ളിയുടെ സാന്നിധ്യവും അങ്ങനെ കണക്ട് ചെയ്യാൻ തുടങ്ങി. അതെ 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 അതെ. അപ്പം പുള്ളി പെട്ടെന്ന് പറഞ്ഞു അന്നാ ഞാൻ വട്ടം പെടാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മൈൻഡിൽ അടിച്ചു മോനെ എന്നൊരു ഫീൽ ആയിരുന്നു. ബാക്ക് സ്റ്റോറി കാണിക്കണ്ട എന്നൊരു തീരുമാനമായിരുന്നോ അതോ ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാം? അല്ലല്ല, അങ്ങനെ സംഗതി കാണിക്കണ്ട. അതില് മമ്മൂക്കയും അതില് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. വേണ്ട, നമ്മൾ ഒരാളുടെ സാന്നിധ്യം കണ്ടിട്ടാണ് ഹൈ വരുന്നത്. പക്ഷെ ആ സാന്നിധ്യമേ അവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽസ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പം വിനായകൻ ചേട്ടൻ ചെയ്തത് മാത്രമല്ല, അല്ലാതെ നമ്മൾ സിനിമയിൽ കണ്ട പോലീസ് ഓഫീസേഴ്സ് പോലെ അല്ല അതല്ല. അപ്പൊ അതുകൊണ്ട് കാഴ്ച ആസ്വാദനത്തിന് അത് വേറെ രീതിയിലൊക്കെ ബാധിക്കുമായിരിക്കും. അത് നമുക്ക് അറിഞ്ഞൂടാ. ബട്ട് ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആയിരുന്നു അതിൽ. മുജീബ് പാട്ട് ചെയ്തപ്പോഴും എനിക്ക് ഇങ്ങനെ ഡൗട്ടാണ്, കിട്ടുമോ എന്നൊരു ഇതാണ്. എന്നിട്ട് സ്റ്റുഡിയോ പോയിരുന്നിട്ട് ആ സീനിൽ പ്ലേസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സെറ്റാണെന്നുള്ളത്. മുജീബ് അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത്. നമ്മളൊക്കെ പിന്നെ മുജീബിനെ മാജിക്കൽ മുജീബ് എന്നാണ്. സംവിധായകൻ ജിതിൻ കെ ജോസാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. താങ്ക് യു. അഭിനന്ദനങ്ങൾ. ആദ്യമേ തന്നെ സിനിമ വലിയ രീതിയിൽ തിയേറ്ററിൽ സ്വീകരിക്കപ്പെടുന്നു. ക്രിട്ടിക്കലി അല്ലാതെയും ഭയങ്കര ഭീകര റിവ്യൂസ്, ഡിസ്കഷൻ ഓണാക്കാൻ പറ്റുന്നുണ്ട് സിനിമയെ കുറിച്ച്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ പോസ്റ്റ് റിലീസ് കോൺവെർസേഷൻ വിത്ത് ദ ഫിലിം മേക്കർ ആയതുകൊണ്ട് തന്നെ സിനിമയുടെ സ്വഭാവം കണക്കിലെടുത്ത് സ്പോയിലേഴ്സ് ഉണ്ടാവുന്നതാണ് ആദ്യം തന്നെ പറയാണ്. ഈ ആദ്യം ചോദിക്കാനുള്ളത്, ഈ 2009 മുതലാണല്ലോ സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞൊരു കുറ്റവാളിയെ കുറിച്ചും കുറ്റകൃത്യത്തെ കുറിച്ചും പ്രേക്ഷകരിലേക്ക് ആദ്യം അതിനെക്കുറിച്ചുള്ള വായനകളൊക്കെ ഉണ്ടാകുന്നത്. ജിതിൻ ആദ്യമായിട്ട് ഇതിലൊരു സിനിമാ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ സീഡ് ഏത് വർഷമായിരിക്കും ഇതിനൊരു സിനിമാ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പരിപാടികൾ തുടങ്ങുന്നത് ആദ്യമാണ്? പിന്നെ ഞാൻ എപ്പോഴോ ഇതിനെപ്പറ്റി എന്തോ വായിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അതിന്റെ പുറകെ പോയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്കൊന്ന് കുറുപ്പിന്റെ ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പോ ആ ഒരു സമയത്താണ്, കുറുപ്പിൻ ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു സമയത്ത് കുറച്ച് നാൾ മുന്നേ എൻ്റെ പിന്നെ ഇത് കൂടുതൽ കോറേറ്റ് ചെയ്തിട്ടുള്ള ജിഷ്ണു ഉണ്ട്. അവനാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതിനകത്തൊരു സിനിമാറ്റിക് സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ അപ്പം പറയുന്നത്. അപ്പോൾ സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ് ഒക്കെയാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് അതിനകത്ത് സിനിമാറ്റിക് ആംഗിൾ ഉണ്ടോ എന്നൊരു ഒരു ഡൈലേമയിലായിരുന്നു അന്ന്. എനിക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് അന്ന് തോന്നിയിട്ടില്ല. കാരണം ഒന്ന് പിന്നെ ആ സംഭവം നമുക്കറിയാം, അതിൻ്റെ ഒരു പോലീസ് അന്വേഷണ പരിപാടിയിലോ ആ സംഭവത്തിന്റെ ഇന്റൻസിറ്റി അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അത് ഒരു കൈൻഡ് ഓഫ് ഒരു ഭയങ്കരമായ റിപ്പറ്റേഷനും പിന്നെ പോലീസ് അന്വേഷണത്തിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നുന്ന പരിപാടികളോ ഒന്നും ഉള്ള സംഗതികളല്ല. ഞാൻ പറഞ്ഞ ഒരു തിയേറ്ററിൽ ഒരു സിനിമയായിട്ട് വരുമ്പോൾ ഉള്ള അതിപ്പോൾ ഒരു സീരീസോ അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ അതിന് വേറെ ഒരു തലമുണ്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സംഭവത്തിനെ നമ്മൾ കാണിക്കുമ്പോൾ അതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു ഡയമെൻഷൻ ഉണ്ടാകാതെ അതിന് പ്രസക്തി ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വേറെ ചില യാത്രകൾ നടന്നു പോയ തവണ നമ്മൾ പിന്നെ യാദൃശ്യമായിട്ട് പിന്നെ ഗോകുലത്തിലേക്കുള്ള ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ട്, കൃഷ്ണമൂർത്തി ചേട്ടൻ ഉണ്ട്. അപ്പം അദ്ദേഹമായിട്ടുള്ള ഒരു സംഭാഷണത്തിന് ഇടയിലാണ് അദ്ദേഹം ചുമ്മാ ഒരു സജഷൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ, എന്താണെന്ന് ഞാൻ പറഞ്ഞ കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പൊ ആ പ്രൊഫഷൻ ആഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് പുള്ളി ഒരു സജഷൻ പറഞ്ഞു. അപ്പം അപ്പോഴും എനിക്കും അത് അത്ര അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. പക്ഷെ തിരിച്ചു പോകുന്ന വഴിയിൽ അതിങ്ങനെ മൈൻഡിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചപ്പോൾ അങ്ങനെ ആക്കിയാൽ വരാൻ സാധ്യതയുള്ള 1-2 സീക്വൻസുകൾ ഇങ്ങനെ മൈൻഡിലോട്ട് വന്നു. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഇത് എന്തായാലും നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇന്റർവെൽ ബ്ലോക്കിന്റെ മൊമെന്റിന്ന് തിരിച്ച് ഇന്റർവെൽ പിന്നെ ബ്ലോക്കിലെ മൊമെന്റും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മണിയുടെ എപ്പിസോഡിലെ ഒരു മൊമെന്റ് ഉണ്ട്. ഇങ്ങനെ 1-2 സീക്വൻസുകളാണ് കയറി വന്നത്. ആ മൊമെന്റിലാണ് സിനിമ ജനിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ത്രൂ ഔട്ട് കയറി ചെയ്ത് അതിന്റെ ഒരു മുന്നോട്ടും പുറകോട്ടുള്ള പോക്കും ബാക്കി സാധനങ്ങളൊക്കെ അതാണ് അതിന്റെ എക്സാക്ട് മൊമെന്റ്. ഈ കഥ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആവുന്നത് നമുക്കറിയാം, ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിൽ വല്ലാത്തൊരു കഥ ബാബുരാമേന്ദ്രന്റെ നരേഷനിലൂടെയാണ് ഒരുപാട് കൂടുതൽ ഒരു പോപ്പുലർ ആയിട്ട് അറിയുന്നത്. അപ്പോൾ സിനിമ കണ്ട
കണ്ടവർക്ക് അറിയാം. ഇപ്പൊ ഈ കഥ മുഴുവൻ ഇതിന്റെ ഓരോ അണുവിടാതെ ഡീറ്റെയിൽസ് അറിയുന്ന ആൾക്ക് പോലും സിനിമാറ്റിക് ആയിട്ടൊരു ഹൈ കിട്ടുന്നൊരു ഒരു സംഗതി ഉണ്ട്. ആക്ച്വലി ഉദ്ദേശം ഈ കഥ അറിയുന്നവരെ കൂടെ കേറ്റർ ചെയ്യണം, മീൻസ് അറിയുന്നവരെ മാത്രം. ഇപ്പൊ ഞാൻ ഇന്നലെ ബാബുരാമന്റെ ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് 23 ലക്ഷം പേര് അതിന്റെ വ്യൂസ് ഉണ്ട്. അതല്ലാതെയും കുറെ വീഡിയോസ് ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. ഫോർ ഇൻസ്റ്റൻസ് ഒരു കേസ് എടുത്ത് ഒരു 30 ലക്ഷം മലയാളികൾക്ക് ഈ കാര്യം അറിയാന്ന് പറയുമ്പോൾ അത്രയും ആൾക്കാരെ കൂടെ കേറ്റർ ചെയ്യണമല്ലോ ഒരു സിനിമ. അതും കൂടെ ആലോചിച്ചിരുന്നോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ സംഭവം പിന്നെ അറിഞ്ഞപ്പോഴോ അതിനകത്ത് എനിക്ക് സിനിമാറ്റിക്കലി തോന്നാത്തതല്ല, അതിനകത്തുള്ള ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയത് ഇതേ സംഗതിയാണ്, ഇതേ എലമെന്റ് ആണ്. അപ്പൊ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ ഇതിനെ ഒരു സിനിമയായിട്ട് ആലോചിക്കുന്നതിൽ അർത്ഥമുള്ളൂ എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത. അപ്പം നമ്മൾ ഇത് ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാണ് ബാബുരാമന്റെ ഇത് വരുന്നു, പിന്നെ ഹിന്ദിയിൽ വെബ് സീരീസുകൾ വരുന്നു. അപ്പോഴൊക്കെ ആൾക്കാരിലോട്ട് ഇത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആകുന്നുണ്ടല്ലോ. പക്ഷെ അന്നേരം ഒന്നും എനിക്ക് ഒരു പരിധിക്കപ്പുറം ടെൻഷൻ തോന്നില്ല. കാരണം നമ്മൾ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് ഒക്കെ ആണെങ്കിൽ പോലും ഇതിന്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫിക്ഷനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് വരുന്ന ആളെ പോലും നമുക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയേക്കാം എന്നൊരു ഒരു കോൺഫിഡൻസ് അകത്ത് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നില്ല. അതിപ്പം അത് ശരിയാണെന്ന് പൂർണ്ണമായിട്ട് പറയുന്നില്ല. ചിലപ്പോൾ അത് അറിഞ്ഞിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ ആസ്വാദനത്തിന് ബാധിച്ചിട്ടുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എന്നാൽ പോലും എൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നാൽ പോലും നമുക്ക് അതിനെ ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ. പക്ഷെ എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഈ കഥ ആറിയാവുന്നവർക്ക് കൂടുതൽ ഹൈ കിട്ടും. അതിനൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്റർവൽ ബ്ലോക്കിൽ അത് അറിഞ്ഞു വരുന്ന ഒരാളാണെങ്കിൽ ആ ഒരു മുൻവിധിയോടെ വന്നിട്ട് കണ്ടാൽ പോലും ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ ആകുമ്പോൾ ആ ഒരു ഹൈ വരും. ആ ഡിസീവിങ് കൂടുതൽ വർക്ക് ആവുന്നത് ചിലപ്പോൾ അറിയാവുന്ന അതൊരു സാധ്യതയാണ്. ഞാൻ അല്ലാതെ അത്തവരും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ജനറലൈസ് ചെയ്യുന്നതിലുള്ള പരിമിതി പറഞ്ഞതാണ്. അത് കറക്റ്റ് ആണ്. ഈ ട്രെയിലറിൽ ആക്ച്വലി ബാബുരാമന്റെ നരേഷനിലാണല്ലോ ഈ ട്രെയിലർ തുടങ്ങുന്നത്. സിനിമയിൽ അദ്ദേഹം ഇല്ല. ഇതൊരു ട്രിവിയ പോലെ ഒരു കൊണ്ടുവന്ന സാധനമാണ്. അത് നമ്മൾ ഒരു ഘട്ടത്തിൽ സിനിമയിലോട്ട് അത് ഇൻക്ലൂഡ് ചെയ്യിച്ചാലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു വേറൊരു രീതിയിൽ. പിന്നെ അത് സ്യൂട്ട് ആവാത്ത പോലെ തോന്നി, അങ്ങനെ പോയി. പിന്നെ നമ്മൾ ഇതിന് ട്രെയിലറും ടീസറും കട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഇതൊരു പിന്നെ ഈ പടത്തിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്ക് മമ്മൂക്കയുടെ ഒക്കെ സീക്വൻസുകളും അതിന്റെ ഡീറ്റെയിലിങ്ങും ഒരു പരിധിക്കപ്പുറം കൊടുക്കുന്നതിന് നമുക്ക് തന്നെ പേഴ്സണലി ഒരു മടിയുണ്ടായിരുന്നു. ഈ ജോണറിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. അപ്പോൾ പക്ഷെ നമുക്കിത് കാണിക്കാതിരിക്കാനും പറ്റില്ല. സിനിമയുടെ ഒരു അനിവാര്യതയാണ് ടീസറിന്റെ ട്രെയിലറൊക്കെ. അപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നപ്പോഴാണ് ഇങ്ങനെ പോകുമ്പോൾ ഞാനും ജിഷ്ണുവും പിന്നെ ജിബിൻ ചേട്ടനുണ്ട് നമ്മുടെ ഇതിനകത്തായി. നമ്മൾ മൂന്നുപേരും ഒരു കോൺഫറൻസ് കോളിൽ ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു ഐഡിയ എങ്ങനെ കയറി വന്നത്. ജിബിൻ ചേട്ടൻ എന്തോ പറഞ്ഞാൽ തോന്നുന്നു, ഈ വല്ലാത്തൊരു കഥയും കൂടെ ചേർത്തിട്ട് എങ്ങനെ ചെയ്താലോ എന്ന്. അപ്പൊ അങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതും അദ്ദേഹത്തെ സമീപിക്കുന്നതും. ആദ്യം മമ്മൂക്കയോട് പറഞ്ഞു, അപ്പൊ അദ്ദേഹത്തിന് അത് ഇഷ്ടമായി. അങ്ങനെ ആണത് സംഭവിക്കുന്നത്. സിനിമയുടെ ഒരു നരേറ്റീവിലും ഒരു ചാപ്റ്റർ വൈസ് ഡിവൈഡ് ചെയ്തിട്ടുള്ള നരേറ്റീവ്, അതും ഇതിന്ന് ഇൻസ്പയർഡും അങ്ങനത്തെ ആണോ, അതോ ഒറിജിനലി തന്നെ ചാപ്റ്റർ വൈസ് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു, അതോ എഡിറ്റിൽ ഉണ്ടാവുന്ന? അല്ലല്ല, അത് ആദ്യമേ സിനിമ നരേറ്റീവ് തന്നെ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കാരണം 1-2 സീക്വൻസ് അങ്ങനെ പോയ രസമായിരിക്കും തോന്നിയപ്പോൾ ത്രൂ ഔട്ട് അങ്ങനെ പിടിച്ചതാണ്. ഇതിന്റെ റിസർച്ച് മോഡൽ ഉണ്ടല്ലോ, ഇപ്പോ ഒരു സോഷ്യൽ മീഡിയയിൽ നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷനും പുറമെ ഒരു അന്വേഷണം ഉണ്ടല്ലോ, അത് ആരിൽ നിന്നൊക്കെ ആയിരിക്കാം, എവിടെ നിന്നുള്ള വായനകളൊക്കെ ആയിരിക്കാം? അതൊന്ന് ഈ സിനിമയെ പറ്റിയാണോ അതോ ഈ സിനിമയില് ഈ കഥയിൽ അങ്ങനെ കാര്യമായ എക്സ്റ്റേണൽ റിസർച്ച് പരിപാടിയിലോട്ട് പോയിട്ടില്ല. കാരണം നമുക്ക് അറിയാവുന്ന പിന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും സോഴ്സുകളിൽ നിന്നും പ്രത്യേകിച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ പുറത്ത് അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത ഫിക്ഷനെയാണ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് നമുക്ക് അതിലോട്ട് ആവശ്യമായിട്ടുള്ള എലമെന്റ്സ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പോയിട്ടില്ല. പക്ഷെ കുറിപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറെ കൂടെ അതിനകത്ത് റിയൽ ലൈഫ് ഇൻസിഡൻസ് ആവശ്യമായിട്ട് വന്നപ്പോൾ അത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ, അതിന്റെ പുറകെ മാധ്യമ പ്രവർത്തകരെയും, പിന്നെ ശരിക്കും സംഭവം നടന്ന സ്ഥലങ്ങളിൽ യഥാർത്ഥ ആൾക്കാർ, അങ്ങനെ കുറെ ട്രാവൽസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മൾ പ്രീ റിലീസ് ഡിസ്കഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റൗണ്ട് പഫ് വിടുന്നത് അതൊരു സീക്വൻസ് എടുക്കുന്ന സമയത്ത് ഭയങ്കര വലിയ ട്രെയ്റ്റ് ആണ്, ആ ക്യാരക്ടറിന് തന്നെ വലിയ ട്രെയ്റ്റ് ആണ്. അത് ആ സമയത്ത് മമ്മൂക്കയുടെയും കൂടെ ഒരു ഇന്റർപ്രിട്ടേഷനിൽ വന്നൊരു ക്രിയേറ്റീവ് ആയൊരു, ഇത് ആക്ച്വലി ഇന്റർവെൽ ബ്ലോക്കിലും അല്ലാത്ത സീക്വൻസിലും ആ സീനിന്റെ തന്നെ ഡൈമെൻഷൻ ഇതിൽ നിന്നാണല്ലോ. ഒരു ഇമ്പോർട്ടന്റ് റിവീലേഷൻ സംഭവിക്കുന്നത് ഈ ഒരു ട്രെയ്റ്റിലാണ്. ഈ ഡൈമെൻഷൻ
അത് കണ്ടുപിടിക്കുന്ന എങ്ങനെ ആ ഒരു ഹൈ എന്തായിരുന്നു? ആ ഹൈ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഇതിന്റെ ഒരു പാർട്ട് ഓഫ് ദി ക്യാരക്ടർ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദി ഒരു ട്രൈറ്റ് തന്നെയായിരുന്നു സിഗരറ്റും പുകച്ചുരുളുകളും ഒക്കെ. ഓക്കെ. അപ്പം അത് ഇങ്ങനെ ആവർത്തിച്ച് സ്ക്രീൻ പ്ലേ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് സിഗരറ്റ് വലിക്കാൻ കുറച്ച് വൈമുഖ്യം കാണിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ ചിലർ പറഞ്ഞായിരുന്നു. പക്ഷെ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ എതിർപ്പൊന്നും കാണിച്ചില്ല. അപ്പോൾ ആദ്യം അതിന്റെ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തുവാണ് അദ്ദേഹം ഒരു റൗണ്ട് പഫ് ഇത് വിട്ടത്. അത് ഏത് സീക്വൻസ് ആയിരിക്കും? അതെന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ ഫസ്റ്റ് സീനിന്റെ സീക്വൻസ് ആണ് ലോഡ്ജിലെ ഫസ്റ്റ് സീൻ. ഓക്കെ. അതിനകത്ത് അങ്ങനെ ഒരു സാധനമുണ്ട്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേനും അതൊരു ആ മൊമെന്റിൽ അത് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെയും ഇടയ്ക്ക് വേറെ ഒരു സമയത്തും ഇത് ആവർത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ പർട്ടിക്കുലർ പിന്നെ നിങ്ങൾ പറഞ്ഞ മൊമെന്റിലാണെങ്കിലും ഇതുപോലെ തന്നെ ഞാൻ പിന്നെ ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരത്തിൽ പിന്നെ ആദ്യം സാറിന്റെ പ്രസൻസ് പുകയിലൂടെയാണ് നമ്മൾ വരുത്തേണ്ടത്. എന്നിട്ട് വേണം സാറ്. അപ്പൊ നമ്മുടെ എഴുത്തിൽ അങ്ങനെയായിരുന്നു. പുക നമ്മൾ ഓൾറെഡി പുള്ളിയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ പുകയുടെ സാന്നിധ്യവും പുള്ളിയുടെ സാന്നിധ്യവും അങ്ങനെ കണക്ട് ചെയ്യാൻ പറഞ്ഞു. അതെ. അപ്പം പുള്ളി പെട്ടെന്ന് പറഞ്ഞു എന്നാ ഞാൻ വട്ടം പെടാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മൈൻഡിൽ അടിച്ചു മോനെ എന്നൊരു ഫീൽ ആയിരുന്നു. കാരണം അത് കറക്റ്റ് ആയിരുന്നു എന്ന് തിയേറ്ററിൽ ഉള്ള റെസ്പോൺസ് മനസ്സിലായി. അത് ഭയങ്കര കയ്യടിയായിരുന്നു. ഹൈ മൊമെന്റ് ആണ്. തുടക്കം ഇപ്പോ മമ്മൂക്കയെ സമീപിക്കുന്നത് ആക്ച്വലി പോലീസ് ഓഫീസർ എന്നുള്ള ക്യാരക്ടറിലേക്കാണല്ലോ. പിന്നീട് ഇപ്പോ ഡിസ്കഷൻസും വന്നിട്ട് ഓപ്ഷൻസ് വന്നിട്ടാണ് വിനായകൻ എന്ന ആക്ടർ പോലീസ് കഥാപാത്രം ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഇപ്പൊ നരേറ്റീവിന് നമുക്ക് എടുത്ത് നോക്കി ഇതിന്റെ ഇപ്പോ അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിയാൽ വലിയ ഡൈമെൻഷൻ ഷിഫ്റ്റ് ഉണ്ടല്ലോ. മമ്മൂക്ക പോലീസ് ഓഫീസർ ആവുമ്പോ ഈ കഥ ഈ രീതിയിലേ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഭയങ്കര ചേഞ്ച് ഉണ്ട്. ഓൺ പേപ്പർ ചേഞ്ച് എത്തരത്തിലായിരുന്നു? ഓൺ പേപ്പർ ചേഞ്ച് തുടക്കത്തിൽ ആ ക്യാരക്ടറിന്റെ പിന്നെ ഡിസൈനിങ് പരിപാടിയൊക്കെ വേറൊരു രീതിയിലായിരുന്നു. അപ്പൊ എന്നിട്ട് ഈ പറഞ്ഞ സെക്കൻഡ് ഇത് പിന്നെ ഷൂട്ട് സെക്കൻഡ് പിന്നെ അത് ഒന്നും കൂടെ അത് പിന്നെ ഷൂട്ട് ഡേറ്റ് സമയമൊക്കെ ഫിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് നടക്കുന്ന രീതിയിൽ പിന്നെ അത് ഓണായപ്പോ സമയത്താണ് ഈ ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. അപ്പം പെട്ടെന്ന് നമുക്കൊരു തലക്കടി കിട്ടിയ പോലെ ആയിരുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞപ്പോഴത്തേനും. പക്ഷെ പിന്നെ ഒന്ന് ആലോചിച്ചപ്പോൾ തന്നെ മനസ്സിലായി അതിലാണ് പരിപാടി, അത് വേറൊരു പരിപാടിയാണെന്ന് കിട്ടി, രസമുണ്ടെന്ന്. അപ്പൊ നമുക്കൊരു വേറൊരു കൈൻഡ് ഓഫ് ഒരു ഹൈ കിട്ടി. അപ്പൊ അതിന്റെ പുറത്തിരുന്ന് റീറൈറ്റ് പരിപാടി നടത്തിയാണ് ഇപ്പം കാണിക്കുന്നത്. ഭീകരമായ റീറൈറ്റ് അല്ല, പക്ഷെ ക്യാരക്ടറൈസേഷനിലും അതിനനുസരിച്ച് സീനിൽ എക്സിക്യൂഷൻ പരിപാടിയിലെല്ലാം ഈ മാറ്റം നമ്മൾ ഇങ്ങനെ കയറ്റി പോയി. അപ്പൊ നമുക്കതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. കാരണം ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഇത് വന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് ഒരു പരിപാടിയാണെന്നുള്ളത് കിട്ടി. അപ്പൊ അതിന്റെ പുറത്ത് നടത്തിയ റീറൈറ്റിന്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ കാണുന്നത്. ഈ ഷിഫ്റ്റ് ആക്ച്വലി മമ്മൂക്കയാണല്ലോ ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ആ സമയം ഇപ്പോ ഇതിനൊക്കെ അത് കേൾക്കുമ്പോ ഓക്കെ ഇതിലൊരു ഫ്രഷ്നെസ് സാധ്യത ഉണ്ട് എന്നാണോ അതോ ഇത് നെഗറ്റീവായി ബാധിക്കുക, ഏതാണ്? അല്ല, നമുക്ക് പ്രശ്നം നമുക്ക് അത്രയും കാലവും നമ്മുടെ മൈൻഡ് നേരെ തിരിച്ചാണ് ഇരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ സിനിമയെ പറ്റി ചിന്തിക്കുന്നു, ഇതിന്റെ പരിപാടികളായാലും അതങ്ങനെ ആയിരിക്കുമല്ലോ മൈൻഡ് സെറ്റ്. അപ്പൊ അതിലോട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻപുട്ട് വന്നപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി ഇതെങ്ങനെ. അപ്പം ഞാൻ ഇങ്ങനെ വിവേകനെ പറ്റി വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പം പുള്ളിയും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ് അത് എങ്ങനെ എന്നുള്ളത്. പക്ഷെ പുള്ളി അപ്പം പറഞ്ഞു നമ്മൾ ഇത്രയും നാളും നമ്മുടെ മൈൻഡിൽ ഇത് സിനിമ ഇങ്ങനെ കടന്ന് അതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും ചിലപ്പം. അതൊന്ന് വിട്ടിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്, ചിലപ്പം അത് നല്ല ഐഡിയ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ചിന്തിച്ച മൊമെന്റ് തന്നെ സംഭവം കിട്ടി, ഇതാണ് പരിപാടി. അപ്പം തന്നെ ആൻഡ്രോ ചേട്ടനെ ഞാൻ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇതാണ് അത് സംഭവം, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ നമ്മളിരുന്ന് റീറൈറ്റ് ചെയ്തിട്ട് ആണ് പോയി പ്രസന്റ് ചെയ്തതും ഒക്കെ. അപ്പം പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ മമ്മൂട്ടി എന്ന ആക്ടറൊക്കെ ഒരു പ്രൊജക്റ്റിലേക്ക് ഓൺ ബോർഡ് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു ക്രിയേറ്റർ ആസ്പെക്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ വലിപ്പം, ഇതിന്റെ ഗ്രാൻഡിയർ ഭയങ്കരമായിട്ട് കൂട്ടാം, അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു മാസ് ഓഡിയൻസിന് തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ വരുത്താം എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് ആദ്യം വരെ. പക്ഷെ കളങ്കാവിൽ നോക്കിയാൽ ഭയങ്കര ഒതുക്കത്തിൽ ചെയ്ത് കഥ ആവശ്യപ്പെടുന്ന ക്യാരക്ടേഴ്സിലേക്കും ലൊക്കേഷനിലേക്കും മാത്രമാണ് സഞ്ചരിക്കുന്നത്. അതല്ലാതെ ഒരു ഗിമ്മിക്കായിട്ടുള്ള ഒരു ഷോട്ടോ ഒരു സീക്വൻസോ പോലും ഇല്ല. ആ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ക്രാഫ്റ്റ് മാത്രം നിൽക്കാന്ന്. അതാ പിന്നെ മമ്മൂക്ക എന്ന് പറയുന്ന ആള് വരുന്നു അന്നേരം അങ്ങനെ ഒരു തോട്ടിലോട്ട് പോയിട്ടേ ഇല്ല. നമ്മുടെ മനസ്സിൽ വന്ന ഒരു സിനിമാറ്റിക് സങ്കല്പം അതായിരുന്നു, അതിനെ ഫോളോ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മമ്മൂക്കയാണല്ലോ വരുന്നത്, അതുകൊണ്ട് അങ്ങനത്തെ അങ്ങനെ ഒരു തോട്ടേ പോയിട്ടില്ലായിരുന്നു.
ആ സിനിമ എന്താണോ നമ്മുടെ മൈൻഡിൽ കൺസീവ് ആയത് അതിനെ ഫോളോ ചെയ്യാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആങ്സൈറ്റീസ് ഉണ്ടായിരുന്നു. കാരണം ഈ പടം വരുന്നു, അതിനെപ്പറ്റി നമ്മൾ ഒഫീഷ്യൽ അല്ലാതെ ഒരുപാട് സ്പെക്കുലേഷൻസ് ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തന്നെ കൊടുക്കുന്ന ഔട്ട്പുട്ട്സിലും അതിനെ ഒന്ന് ഇത് ചെയ്യുന്ന തരത്തിലുള്ള സംഗതികളുണ്ടായിരുന്നു. സ്റ്റിൽ ഈ സിനിമ പിന്നെ ഒരു ക്രൈം ഡ്രാമ സ്വഭാവവും ക്രൈം ത്രില്ലറിനോടൊപ്പം തന്നെ ഈ ഡ്രാമ ഇത് രണ്ടിൻ്റെ ജോണർ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് പോണത്. ക്യാരക്ടർ സ്റ്റഡിയും പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു പേസ് ഉണ്ട് പടത്തിന്. അപ്പോൾ ആൾക്കാർ ആ പേസ് പ്രതീക്ഷിച്ചായിരിക്കുമോ വരുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നോൺ ലീനിയർ പരിപാടികളുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ആദ്യ കാഴ്ചയിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കുറേ എലമെന്റ്സ് സിനിമയിലുണ്ട്. പിന്നെ അതൊരു ഫാക്റ്റാണ്, നമുക്ക് തന്നെ ബോധ്യമുള്ള സംഗതിയാണ്. കാരണം പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കാണുമ്പോൾ തന്നെ നമുക്കത് ചോദിക്കുമ്പോൾ മനസ്സിലാവുമായിരുന്നു പലതും കിട്ടുന്നില്ല എന്നുള്ളൊരു സംഗതി. അതങ്ങനെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന ഉദ്ദേശത്തിൽ തന്നെ ഇട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിനകത്ത് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനുണ്ട്. പക്ഷെ തിയേറ്ററിൽ റെസ്പോൺസ് കണ്ടപ്പോൾ നമുക്ക് ആ ടെൻഷൻ മാറി. അത് പിന്നെ എനിക്ക് എന്തുവാ മഹേഷ് നാരായണൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചപ്പോഴും പുള്ളിയും പറഞ്ഞു, നമ്മൾ അത്രയും നേരം സിനിമ ഇങ്ങനെ നമ്മൾ ചെയ്ത് പോകുമ്പോൾ തിയേറ്ററിൽ വരുന്ന മൊമെന്റ് വരെയും നമ്മുടെ ജഡ്ജ്മെന്റ് ആയിരിക്കില്ല എപ്പോഴും. തിയേറ്ററിൽ നമ്മളിരുന്ന് കാണുമ്പം ആൾക്കാരുടെ പ്രതികരണം അത് എന്തായാലും വ്യത്യസ്തമായിരിക്കും. അതെങ്ങനെയാണ് സിനിമയുടെ സ്വഭാവം, അത് നമുക്ക് അനുഭവിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഈ ആദ്യ ആഴ്ചയിൽ ഇപ്പോൾ എല്ലാം കിട്ടണം എന്ന് പറഞ്ഞല്ലോ, ഞാൻ ഇതിപ്പോൾ ഒരു സ്പോയിലർ അലേർട്ടും കൂടെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഡൗട്ടായിട്ട് ചോദിക്കുകയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട മൊമെന്റിൽ വിനായകന്റെ പടം വരയ്ക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, നോട്ട്ബുക്കിൽ വിനായകൻ ഈ പോലീസിന്റെ സ്കെച്ച് വരച്ചൊരു ഷോട്ട് ഉണ്ട്. അതിലൊരു കളർ വ്യത്യാസം ഉണ്ട്. ഒരു ക്രിയേറ്റീവ് സ്റ്റേക്ക് എന്താ ശരിക്കും അതില് ആ ഒരു കളർ വ്യത്യാസം? അത് പിന്നെ അത് നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്, മീൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ ഒരു പ്രൊഡക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫെയിൽഡ് അറ്റംപ്റ്റിനെയാണ് അയാൾ ആ കളർ വ്യത്യാസത്തിൽ വരച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഫസ്റ്റ് സീക്വൻസിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പം ഇതും അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇദ്ദേഹത്തിന്റെ പുറത്ത് ഫെയിൽഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും അറ്റംപ്റ്റ് എന്നുള്ളത് ഒബ്വിയസ് ആണ്. അത് ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് വളരെ ലളിതമായിട്ട് കാണിച്ചിരിക്കുകയാണ് അതിനകത്ത്. രണ്ടാമത്തെ വ്യൂവിലേക്ക് അത് ചിലപ്പം അങ്ങനെ ആയിരിക്കും. കാരണം ചില റിവ്യൂസിൽ അത് കണ്ടിട്ടുണ്ട് അതിന് ഇത് ചെയ്ത്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും കുറെ ആൾക്കാർക്ക് അത് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്കൂൾ കുട്ടിയുടെയും ഒരു ചിത്രം, ഒരു പെൺകുട്ടിയുടെ ചിത്രം, അതും കൂടെ പറയാമോ? അത് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. പിന്നെ അയാളുടെ ഒരു ക്യാരക്ടർ ട്രേറ്റ് ഉണ്ട്, ഒരു ഇന്റൻഷൻ ഉണ്ട്, ഒരു സൈക്കിക് ഇന്റൻഷൻ ഉണ്ട്. അതിൽ നിന്ന് പ്ലഷർ ഇത് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ ഒരാൾ ആദ്യം ഒരു തവണ ഇത് ചെയ്ത് ഇതിന്റെ സുഖം അനുഭവിച്ച് അതിനകത്ത് വേറെ പ്രശ്നങ്ങളോ പിടിക്കപ്പെടലോ ഒന്നും നടക്കാതെ ഇരുന്നപ്പോഴായിരിക്കും ഇയാൾ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ഒരു നരേഷൻ നടക്കുന്ന സമയത്താണ് നമ്മൾ ആ പടം കാണിക്കുന്നത്. വിച്ച് മീൻസ് അതായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ക്രൈം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സഹപാഠിയായിരുന്ന ഒരാളെയാണ് ആദ്യം ചെയ്തത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പടങ്ങളിൽ ആദ്യം കാണുന്ന മനുഷ്യന്റെ ചിത്രം അതാണ്. അതുപോലെ ഇപ്പോൾ ബ്രില്യൻ്റ് ആയിട്ട് ഇത് കില്ലറിന്റെ ബാക്ക് സ്റ്റോറിയിലേക്ക് അധികം റിവീല് ചെയ്യാതെ പോകുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമകളുടെ എഴുത്തുകാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കില്ലറിന്റെ ബാക്ക് സ്റ്റോറി എത്രത്തോളം റിവീൽ ചെയ്യണം. അതിന്റെ റിവീലേഷൻ ഒരു പോയിന്റ് കൂടിയ ഇത് പോവും. ഫ്ലാഷ് ബാക്ക് ആയിട്ട് കട്ട് ചെയ്താൽ ഒരുപാട് സിനിമകളിലും സീരീസിലും വന്നതാണ് ഈ ഫ്ലാഷ് ബാക്ക്, കില്ലറിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ള ഫ്ലാഷ് ബാക്ക്. ഇത് പക്ഷെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒറ്റ സീക്വൻസിൽ ഇപ്പോ ഈ പോലീസ് ഓഫീസറിന്റെ ബാക്ക് സ്റ്റോറി ഓഡിയോ നരേഷൻ ആയിട്ടും കില്ലറിന്റെ ബാക്ക് സ്റ്റോറി ഒരു ഇമേജറി നരേഷനിലും വരുന്നുണ്ട്. ആ ഐഡിയ ക്രാക്ക് ചെയ്യുന്ന ആ പോയിന്റും കൂടെ പറയാമോ? അത് പിന്നെ കില്ലറിന്റെ പോലീസ് ഓഫീസറുടെ ബാക്ക് സ്റ്റോറി അയാൾ ജീവിക്കുന്ന പ്രസന്റിനെ പറ്റിയാണ് അയാൾ പറയുന്നത്. പിന്നെ അയാളുടെ ക്യാരക്ടറിനെ പറ്റി അയാളുടെ ഉള്ളിലുള്ള അത് അയാൾ പറയുന്നത് എന്താണ് എന്നുള്ളത് കുറെ കഴിഞ്ഞ് മാത്രമേ ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ. അയാൾ പറയുന്ന ഒരു സംഗതി അയാളുടെ ജീവിതത്തിൽ എപ്പോഴും നടന്നുപോയ ഒരു അധ്യായം എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത്. പക്ഷെ അയാൾ ആക്ച്വലി പറയാൻ ശ്രമിക്കുന്നത് അയാൾ ക്യാരി ചെയ്യുന്ന സ്വത്വത്തെ പറ്റിയാണ് ഇയാളോട് പറയുന്നത്. പിന്നെ ഒരു പ്രൈമറി ഡ്രാഫ്റ്റിൽ അങ്ങനെ അത്രയും ഇതിലോട്ട് പോകുന്നില്ലായിരുന്നു. ഒബ്വിയസ്ലി ഇത് അവിടെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്ത കാര്യം തന്നെയാണ്. പിന്നെ എടുത്തൊരു ടേക്ക് പിന്നെ SP ക്യാരക്ടർ പറയുന്ന ഒരു സാധനമുണ്ട്. പിന്നെ ഇപ്പം നായ്ക്കളിലാണെങ്കിലും ഒരു ബ്രീഡിൽ തന്നെ
പല സ്വഭാവം മനുഷ്യനും ഒരു മൃഗം തന്നെയാണ്, ഇതാണെന്നുള്ള പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വേറൊരു കൈൻഡ് ഓഫ് എക്സ്പ്രഷനാണ് നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ മുമ്പ് ചില ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇത് സ്ക്രീൻ പ്ലേ വായിച്ചപ്പോൾ ജോമോൻ ചേട്ടനാണ് ഇങ്ങനെ ഒരു പിന്നെ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും അതിന്റെ ചില എലമെന്റ്സ് ഇട്ടാൽ എങ്ങനെ നല്ലതായിരിക്കൂലേ എന്ന് ചോദിച്ചു. ജോമോൻ ടി ജോൺ അതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇത് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ മൈൻഡിലിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞില്ല, ഇങ്ങനെ മൈൻഡിലിട്ട് ചുമ്മാ ഇങ്ങനെ പോയപ്പോഴാണ് എങ്ങനെയോ ഈ ഒരു ഇമേജറിയും ഈ ഒരു സീക്വൻസും മനസ്സിലോട്ട് വന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഈ പ്ലോട്ട് ഏതാണ്ട് ഈ സബ്ജക്ട് അറിയാവുന്ന ഒരാളാണ് മാഡം മിഥുൻ മാനുവൽ തോമസ്. അപ്പൊ അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു ഐഡിയ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം പുള്ളി ഭയങ്കര ഇതായിട്ട് പറഞ്ഞു, അത് കിടിലം പരിപാടിയാണ്, അത് നല്ലതായിരിക്കും. അന്നേരം കുറച്ചും കൂടെ കോൺഫിഡൻസ് വന്നു. അത് അന്നേരം അങ്ങനെ കുറച്ച്, പക്ഷെ അത് കുറച്ച് ടെൻഷൻ പിടിച്ച പരിപാടിയായിരുന്നു. അത് ഭയങ്കര സിമ്പിളാണ് കാണുമ്പോൾ, പക്ഷെ നമ്മളത് എഡിറ്റിൽ അത് ഒന്ന് സെറ്റ് ചെയ്ത് വരുത്താനും അതിനനുസരിച്ച് ഡയലോഗ്സ് നമുക്ക് ഒരുപാട് ടൈം ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല, നരേഷനാണ്. അപ്പൊ അത് ഇതിനകത്ത് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സീക്വൻസ് ആണ്. അത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇങ്ങനെ കിട്ടണമെന്ന് അറിയില്ല, ബട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര. പക്ഷെ ഈ ഐഡിയയിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ബാക്ക് സ്റ്റോറി കാണിക്കണ്ട എന്നൊരു തീരുമാനമായിരുന്നോ, അതോ ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാം? അല്ലല്ല, അങ്ങനെ സംഗതി കാണിക്കണ്ട. പക്ഷെ അത് ഭയങ്കര ഡിസിഷൻ ആണ്. ഫ്ലാഷ് ബാക്ക് കാണിക്കണ്ട. ഒരു ക്രിട്ടിക്കൽ അതില് മമ്മൂക്കയും അതില് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. വേണ്ട, ചിലരൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ ഇതുപോലെ, വേണ്ടേ മമ്മൂക്കല്ലേ ചെയ്യുന്നത്. പക്ഷെ അതില് നമുക്ക് അതിനകത്ത് നമ്മുടെ അതേ ഇത് തന്നെ സാറിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വേറെ ഇഷ്യൂ പ്രശ്നമൊന്നും വന്നില്ല. ഇപ്പൊ ഈ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് കൈൻഡ് ഓഫ് ഒരു വായന കണ്ടതാണ്. അതില് പൊതുവെ ഒരു കില്ലർ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് വിക്ടിമിനോട് ഒരു എംപതി ആണല്ലോ ഫീൽ ചെയ്യിക്കേണ്ടത്. പക്ഷെ ഇതിലിപ്പോ ഫസ്റ്റ് സീക്വൻസ്, ഇപ്പൊ ശ്രുതി രാമേന്ദ്രനായിട്ടുള്ള സീക്വൻസിലൊക്കെ ഈ ഇദ്ദേഹത്തെ കൊല്ലുന്ന സമയത്ത് തിയേറ്ററില് കയ്യടിയാണ് ഉണ്ടായത്. അതില് പ്രത്യേകിച്ച് ഒരു സ്റ്റാർ, മമ്മൂക്കയെ പോലെ ഒരു സ്റ്റാർ ചെയ്യുമ്പോൾ അതിനൊരു കരിസ്മ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ഹൈ ഉണ്ട്. ഉറപ്പായിട്ട് സിനിമ ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല എന്ന് 100% ഉറപ്പാണ്, അതിന് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഇത്തരം വായനകൾ വരും എന്നുള്ളൊരു ഡിസ്കഷൻ, അങ്ങനെ ഒരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്? അങ്ങനെ പിന്നെ നമ്മള് ഒബ്വിയസ്ലി അങ്ങനെ കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നില്ല. പിന്നെ നമുക്കറിയാം ഈ സിനിമയിലോട്ട് കയറുന്ന മൊമെന്റിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആൾ ആരാണെന്നും അദ്ദേഹത്തിന്റെ സ്റ്റാർഡം എന്താണെന്നും നമുക്കുള്ളത് ഒരു റിയാലിറ്റിയാണ്. അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ നിന്ന് ഉരുവായ ഒരു സംഗതിയാണ് സ്റ്റാർഡവും പരിപാടിയൊന്നും. അതിനൊന്നും നമുക്ക് ഒരിക്കലും തകർക്കാനോ ഇത് ചെയ്യാനോ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള കാഴ്ചശീലങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ചില മുൻധാരണകൾ പ്രേക്ഷകർക്കുണ്ടായിരിക്കും. അതിനെ നമുക്ക് പിന്നെ തകർക്കാനൊന്നും പറ്റത്തില്ല, അതും ഒരു ഫാക്റ്റാണ്. അപ്പം അപ്പോൾ അങ്ങനെ വന്നാലും നമുക്ക് നമ്മൾ ചെയ്യുന്ന സിനിമയുടെ ഉദ്ദേശശുദ്ധിയിലോട്ട് അങ്ങനെ ഒരു സംഗതി വരാത്തിടത്തോളം കാലം അതിന് ബോധർ ചെയ്യണ്ടെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷെ എനിക്കൊന്ന് ഗ്രാജുവലി ആൾക്കാർ അത് ആദ്യം ഇങ്ങനെ ഒരു ഭീകരമായ പ്രവൃത്തി ചെയ്യുന്ന ഒരാളുടെ പ്രവൃത്തി കണ്ട് കൈയടിച്ച് അതേ ആൾക്കാർ അവസാനം ഇയാളെ എടുത്തിട്ട് അവരുടെ മനോനില മാറി അതിന് കൈയടി വരുന്നു. ആദ്യം സമയത്തും കൈയടി വരുന്നുണ്ട്, തിരിച്ച് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മള് സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു. പരിപാടി അങ്ങനെ വർക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ സംഭവിച്ചത്. ഈ ഡിസീവിങ് ഓഡിയൻസ് എന്നുള്ള ഒരു ടൂൾ ഉണ്ടല്ലോ, ഇത് ഭയങ്കര രസമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ കളങ്കാരെ സംബന്ധിച്ച് വലിയ ട്വിസ്റ്റുകളോ വലിയ പ്ലോട്ട് ചേഞ്ചുകളോ ഇല്ല. പക്ഷെ നോൺ ലീനിയാരിറ്റി കൊണ്ടാണ് നമ്മൾ. അതെ. പിന്നെ ഇത്തരം ചെറിയ ട്രേറ്റ്സ് കൊണ്ടാണ് അതിൽ ഡിസീവിംഗ് ഓഡിയൻസ് 2 മൊമെന്റില്, ഒന്ന് ഈ പറഞ്ഞ ഇന്റർവെൽ മൊമെന്റില് ഈ പറഞ്ഞ സ്റ്റാൻലി ആരാന്ന് കാണിക്കുമ്പോൾ മറ്റൊരു മുഖം കാണിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഈ മുഖചിത്രം വരയ്ക്കുന്ന സമയത്ത് ഈ ടൂള് ഭയങ്കര എക്സൈറ്റിംഗ് ആണോ ഫിലിം മേക്കർ പെർസ്പെക്റ്റീവ്? ഇതിപ്പോ നമുക്ക് അതിനകത്തൊരു സംഗതി ഉണ്ട്. ഇതിപ്പം നമ്മളിങ്ങനെ ഭയങ്കര ഉദാത്ത സിനിമയാണെന്നോ എന്നൊന്നും പറയുന്നില്ല. ബട്ട് ഈ സിനിമയ്ക്ക് ഒരു സംവെയർ നമ്മളൊരു കൈൻഡ് ഓഫ് റിയലിസ്റ്റിക് സാധനത്തിലോട്ട് റൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങളിലാണെങ്കിലും കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലും ബാക്കി പരിപാടികളിലൊക്കെ. എന്നാലും ഇതൊരു തിയേറ്ററിൽ ആൾക്കാർക്ക് ഒരു കൈൻഡ് ഓഫ് ഹൈ കൊടുക്കണം എന്നുള്ള ഒരു ദുരുദ്ദേശം എന്നല്ല, അങ്ങനെ ഒരു ഉദ്ദേശം കൂടി നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തോട്ട് പ്രോസസ്സിലാണ് ഇങ്ങനെ 2 സാധനങ്ങൾ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ സിനിമ ഉണ്ടാവാനുള്ള കാരണം തന്നെ ആ ഒരു സീക്വൻസ് മൈൻഡിൽ ആദ്യം വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു. അപ്പൊ അതിനോട് പിന്നെ പറ്റുന്ന രീതിയിൽ അതിനോട് ഇപ്പൊ നമുക്കറിയാം ആ ഇന്റർവെൽ പരിപാടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പരിപാടി ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതിനോട് കുറെയെങ്കിലും
പറ്റുന്ന രീതിയിൽ ഒരു സാധനം അവസാനം കൊണ്ട് വരണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതിനാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത്. അത് ഒന്ന് തപ്പി കുറച്ച് ബുദ്ധിമുട്ടിയാണ് അങ്ങനെ ഒരു സീക്വൻസിലോട്ട് എത്തിയത്. അത് ഇതേ ആംഗിള് ക്ലൈമാക്സിലും വരുന്നുണ്ടല്ലോ. ഡിസീവിംഗ് ഓഡിയൻസ് അല്ല, മീൻസ് പോസ്റ്റ് ഈ ഫൈറ്റ് സീക്വൻസ് ഒരു ക്രെഡിറ്റ്സ് വരുന്നതിന്റെ കൂട്ടത്തിലുള്ള സീക്വൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഒരു ക്ലാസിക്കൽ വേ ഓഫ് ഫിലിം മേക്കിൽ നിന്ന് ഒരു പടി സിനിമാറ്റിക് ആവുന്നത് ഈ ഇന്റർവൽ മൊമെന്റും ക്ലൈമാക്സ്. ഉറപ്പായിട്ടും ഒരു വലിയ ജനക്കൂട്ടത്തെ അത് ഒരു ഹൈയിൽ അവസാനിപ്പിക്കുക എന്നുള്ളൊരു സാധനത്തിൽ ഇത് കുറിപ്പിലും ആക്ച്വലി ഉണ്ട്. പക്ഷെ കുറിപ്പിൽ അതിന്റെ വ്യാപ്തി കുറച്ചും കൂടെ ഒരു സെലിബ്രേറ്റഡ് ഇതിൽ അത്രയും കാണിച്ചിട്ടില്ല. അതിലേക്ക് വരുന്നതും അത് ഒബ്വിയസ്ലി അതിന്റെ ഒരു പിന്നെ പ്രധാനപ്പെട്ട കാരണം ഈ കാണാൻ വരുന്ന ആൾക്കാരിൽ നല്ലൊരു ശതമാനത്തിനെ ഒന്ന് ഹൈ ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഗിമ്മിക്ക് തന്നെയാണത്. പിന്നെ അല്ലാതെ വേറെ പിന്നെ ഇന്റർവെല്ലിലെ പരിപാടി അങ്ങനെ ഒരു സംഗതി ആണെങ്കിൽ പോലും അത് കൈൻഡ് ഓഫ് റൂട്ടഡ് ആണ്. കൈൻഡ് ഓഫ് അതിനൊരു നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു റിയലിസ്റ്റിക് സാധനം അതിനകത്ത് പറയാൻ പറ്റും. മറ്റേത് അങ്ങനെ ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വേറെയും വായനകൾ പോസിബിൾ ആണ്. അത് നമ്മൾ കാണിക്കുന്ന വിഷ്വൽസിലൂടെയും നമ്മൾ അതിന്റെ പുറകിൽ പിന്നെ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിലൂടെയും നമുക്ക് ഒരു ചിത്രം നമ്മൾ കൊടുക്കുവാണ്. ഒരാളുടെ സാന്നിധ്യത്തെ പറ്റിയുള്ള ഇത് ഇങ്ങനെ കൊടുക്കുവാണ്. ബട്ട് അത് അങ്ങനെ അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. കാണിക്കുന്ന വിഷ്വൽസിലാണെങ്കിലും അത് അങ്ങനെയല്ല. അതിന് വേറൊരു സാധ്യത കൂടെ ഉണ്ടല്ലോ. നമ്മൾ ഒരാളുടെ സാന്നിധ്യം കണ്ടിട്ടാണ് ഹൈ വരുന്നത്. പക്ഷെ ആ സാന്നിധ്യമേ അവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽസ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം വേണമെങ്കിൽ ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. എന്ന് മാത്രമല്ല ഈ ഹൈ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇട്ട ഒരു ഗിമ്മിക്ക് പരിപാടിയാണത്. പക്ഷെ നമ്മളതിൽ ഹാപ്പിയാണ്. അത് നമ്മളെന്തോ ഇത് ചെയ്തു എന്നുള്ള രീതി പറയുന്നത്. ഉറപ്പായിട്ടും അത്തരം സംഗതികളും കൂടെ കൊണ്ടാണല്ലോ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു സീക്വൻസ് ഇപ്പൊ വിനായകൻ എന്ന ആക്ടറിന്റെയും അദ്ദേഹത്തിന്റെ മകളുടെയും കൂടെ ഒരു സീക്വൻസ് രാംറസ് ഇതാക്കിയ ശേഷം ഇപ്പൊ ആ ഒരു മൊമെന്റ് കഴിഞ്ഞിട്ടാണല്ലോ വീണ്ടും ഈ കേസിലേക്ക് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് കൂടുന്നത്. വീണ്ടും ഒരു റിവാമ്പ് കൈൻഡ് ഓഫ് സാധനം. പക്ഷെ അതിലൊരു ഡയലോഗ് എക്സ്ചേഞ്ച് ഇല്ല. വിനായകൻ എന്ന ആക്ടറിന്റെ ഫേസിലേക്ക് ഒരു സ്റ്റാർ ഷോട്ട് മാത്രമാണ്. ഈ മൊമെന്റിലൊക്കെ എന്താണ് അദ്ദേഹത്തോട് കൊടുക്കുന്ന ഒരു ഫീഡ് എന്താണ് ശരിക്കും ക്യാരക്ടറിനെ? അദ്ദേഹത്തോട് കൊടുക്കുന്ന ഫീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കൈൻഡ് ഓഫ് ഒരു ഈഗോ അദ്ദേഹം ക്യാരി ചെയ്യുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ അത് ഈഗോ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സെൻസിൽ പറയുന്നത്. ഒരു സംഗതി പിന്നെ ഹണ്ട് ചെയ്ത് ഇത് ചെയ്യണമെന്നുള്ള സാധനം അത്രയ്ക്കും പിന്നെ രൂഢമൂലമാണ് അദ്ദേഹത്തിന്റെ സൈക്കിളും പേരിലും. അത് ആ ത്വരയാണ് അദ്ദേഹത്തിന്റെ പേരിലോട്ട് നയിക്കുന്നത് പോലും. അത് പിന്നെ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രിഗർ കിട്ടുവാണ്. അപ്പൊ അയാൾക്ക് ശരിക്കും തലക്കടി കിട്ടുന്ന പോലെ തോന്നുന്നു. അതിന് രണ്ട് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അത് പിന്നെ മകള് പറയുന്ന വാചകത്തിൽ നിന്നും അദ്ദേഹം എങ്ങനെ ട്രിഗറായി എന്നുള്ളതിന് ആൾക്കാർക്ക് രണ്ട് രീതിയിൽ എടുക്കാം. അതിലേതാണെന്നുള്ളത് ഞാൻ അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ പോലീസ് ഓഫീസർ ഒരു ട്രെയിറ്റ് പിടിച്ചിട്ടുണ്ടല്ലോ. അതായത് ഭയങ്കര സ്റ്റിഫായിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. അഴിച്ച് വിട്ടിട്ടില്ല. ഇപ്പോ പ്രീ റിലീസ് ഇന്റർവ്യൂ തന്നെ നമ്മൾ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ സംഭവിച്ചു. അതില് ആ മീറ്റർ പിടിക്കുന്നത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പ്രത്യേകിച്ച് വിനായകൻ ആക്ടർ മുമ്പ് ചെയ്യാത്ത വിധത്തില് അത് ടൈം ചെയ്തെടുക്കുന്നത്. എത്തരത്തിലാണ് ആ പ്രോസസ്സ്? അത് നമ്മൾ ഇങ്ങനെ സംസാരിച്ച പിന്നെ കഥാപാത്രം എന്താണ്, കഥാപാത്രത്തിന്റെ കഥാപാത്രം എന്താ പറയുക, കോൺഷ്യസ്ലി അദ്ദേഹം ട്രൈങ് ടു സപ്രസ് സംതിങ്. അതുകൊണ്ട് അങ്ങനെ ആകുന്നതായിരിക്കാം ഒരുപക്ഷെ. കാരണം അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്ന മൊമെന്റിൽ മാത്രമേ അദ്ദേഹം ഇത് ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രീതി. അപ്പൊ അത് പിന്നെ നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ കൃത്യമായിട്ട് പിന്നെ വിനായകൻ ചേട്ടന് പിന്നെ മനസ്സിലാവുകയും തീരുമാനമെടുക്കുകയൊക്കെ ചെയ്ത സംഗതിയാണ് അങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളത്. പിന്നെ ഇത് അങ്ങനെ നമ്മൾ സ്ഥിരം വന്ന ഇപ്പം വിനായകൻ ചേട്ടൻ ചെയ്തത് മാത്രമല്ല, അല്ലാതെ നമ്മൾ സിനിമയിൽ കണ്ട പോലീസ് ഓഫീസേഴ്സ് പോലെ അല്ല അതല്ല. അപ്പൊ അതുകൊണ്ട് കാഴ്ച ആസ്വാദനത്തിന് അത് വേറെ രീതിയിലൊക്കെ ബാധിക്കുമായിരിക്കും. അത് നമുക്ക് അറിഞ്ഞൂടാ. ബട്ട് ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആയിരുന്നു അതിൽ. അദ്ദേഹവും കൺവിൻസ്ഡ് ആയിരുന്നു. നമ്മൾ ഡെയിലി നിത്യജീവിതത്തിൽ കാണാൻ സാധ്യതയുള്ള കഥാപാത്രങ്ങളാണ്. സിനിമ കാഴ്ച ശീലത്തിലും ഒക്കെ അത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അത് ചിലപ്പം ചിലരെ ബാധിച്ചേക്കാം. ബട്ട്
കൂടുതൽ പേരും അതിൽ ഇതാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. വളരെ വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം അത് ഡെലിവർ ചെയ്തതെന്നാണ്. അല്ല, അത് ഒരു വിമർശനത്തിന്റെ ഒരു റീഡിംഗ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ കിട്ടുന്നത് ഓക്കെ, മുൻ മാതൃകൾ ഫോളോ ചെയ്യാത്ത രീതിയിൽ ഒരു റൈറ്റിംഗ് എന്നുള്ള രീതിയിൽ പേഴ്സണലി നമുക്ക് കിട്ടുന്നത്. അത് പിന്നെ നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനെയാണ് എൻ്റെ ഇത്. ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ്. നിലാക്കായും എന്ന സോങ്ങിന്റെ കാര്യം, ഇത് ഈ സിഗരറ്റിന്റെ പഫ് പോലെ തന്നെ ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. നിലാക്കായും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ മുജീബ് മ്യൂസിക് കമ്പോസറിന് കൊടുക്കുന്ന ഈ പറഞ്ഞ ഒരു വലിയ ഫീഡ് ഉണ്ടല്ലോ, കാരണം അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സിലാണ് സോങ് വരുന്നത്. അതിന്റെ നിങ്ങളുടെ കോൺവെർസേഷൻ എന്തായിരുന്നു? ആ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ടൂളാണ് അത് പടത്തിൽ. അത് കൃത്യമായിട്ട് ആ പാട്ട് ആൾക്കാരിലോട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യും. കാരണം ഒരു മൊമെന്റിൽ വെച്ചിട്ട് ഒരു ഭയങ്കരമായ ഒരു റിവലേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ആ പാട്ട്. എനിക്ക് തിയേറ്ററിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. ആ പാട്ട് ഒരു സ്ഥലത്ത് പ്ലേ ചെയ്യുന്ന മൊമെന്റ് അത്രയും ക്രൂഷ്യലാണ്. അത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റും അതുപോലെ തന്നെയാണ്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ആ പാട്ടിനുണ്ട്. കാരണം സിനിമയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് പാട്ടുകൾക്കുള്ള പ്രശ്നമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പാട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരേ സമയം ആ പാട്ട് ആ കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ട് പഴയ വിൻറ്റേജ് പിന്നെ റെട്രോ തമിഴ് സോങ്സ് ഒരുപാട് കേൾക്കുന്ന ഒരാളാണ്. അതിൽ തന്നെ ആ ഒരു സ്വഭാവം ഈ പാട്ടിനുണ്ട്. ഏറ്റവും കൂടുതൽ ചില പ്രത്യേക സമയത്തൊക്കെ കൂടുതലും അയാൾ കേൾക്കുന്ന പാട്ട് ഇതാണ്. അപ്പം നമുക്ക് മുന്നേ തന്നെ ആൾക്കാരിലോട്ട് ഈ പാട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റണം. എന്നാൽ അദ്ദേഹം അത് പാട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക സൈക്കിക്സ് ഒരു ഇതുമുണ്ട്. ആ സാധനത്തിനെയും കൂടെ എൻഹാൻസ് ചെയ്യിക്കാൻ ഈ പാട്ടിന് പറ്റണം. അപ്പൊ ഈ രണ്ട് സാധനങ്ങളും വെച്ചിട്ടാണ് മുജീബിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. മുജീബ് പാട്ട് ചെയ്തപ്പോഴും എനിക്ക് ഇങ്ങനെ ഡൗട്ടാണ്, കിട്ടുമോ എന്നൊരു ഇതാണ്. എന്നിട്ട് സ്റ്റുഡിയോ പോയിരുന്നിട്ട് ആ സീനിൽ പ്ലേസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സെറ്റാണെന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പം കാണുന്ന പോലെ ആയിരിക്കില്ല ആദ്യം കേൾക്കുന്നത്. ഒരു റഫായിട്ട് പ്രോഗ്രാം ചെയ്യാത്ത, ആരും പാടാത്ത, ചുമ്മാ ഒരു വോക്കൽ, അതിന്റെ ഒരു റിതം മാത്രമേ വരത്തുള്ളൂ. പക്ഷെ അത് തന്നെ പ്ലേസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് സെറ്റാണ്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഇത് സെറ്റാണല്ലോ എന്ന് പറഞ്ഞ്. പിന്നെ മുജീബ് അത് ഭയങ്കര രസമായിട്ട്, നമ്മൾക്ക് നല്ലൊരു സിംഗറേയും കൂടെ കിട്ടി. മുജീബിന്റെ പ്രോഗ്രാം പിന്നെ നെവിന്റെ അമ്മയാണ്. ചുമ്മാ ട്രാക്ക് പാടിയപ്പോൾ തന്നെ അത് രസമായിട്ട് തോന്നി. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വന്ന സാധനം. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു ഭയങ്കര മാജിക്കൽ പരിപാടിയായിട്ട് തോന്നി. മുജീബ് അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത്. നമ്മളൊക്കെ പിന്നെ മുജീബിനെ മാജിക്കൽ മുജീബ് എന്നാണ് അങ്ങനെ പരിപാടിയായിരുന്നു. ഈ ഇളയരാജ കൈൻഡ് ഓഫ് ഒരു ടൊണാലിറ്റിയിൽ ആ ഒരു അത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. ഈ കളങ്കാവന്റെ ഈ ഒരു ഗ്രേറ്റ് സക്സസ് കഴിഞ്ഞ നിങ്ങളുടെ ഒരു ബിഫോർ റിലീസ് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ. അത് പ്രധാനമായിട്ട് ഇത്തരത്തിലൊരു സിനിമ ഭയങ്കര ഒരു, നമ്മൾ നേരെ സംസാരിച്ച പോലെ മാസ് ഓഡിയൻസിനെ കേറ്റർ ചെയ്യാനുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. എങ്കിൽ പോലും ഭയങ്കര രസമായിട്ട് ഇത്രയും ഗ്രാൻഡിയർ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തത്. ബിഫോർ റിലീസ് എന്തായിരുന്നു? ബിഫോർ റിലീസ് ഇതുപോലെ ഗ്രാൻഡ് ഒരു ഇത് സക്സസ് ആകും, മീൻസ് തിയേറ്ററിൽ ഇതിൽ അങ്ങനെ ആകും എന്നൊരു പ്രതീക്ഷ കുറവായിരുന്നു ശരിക്കും. കാരണം ഇതിപ്പോ ഈ പറഞ്ഞ പോലെ പടത്തിന്റെ ഒരു സ്വഭാവം രീതിയൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് വന്ന് തിയേറ്ററിൽ അങ്ങനെ പൂർണ്ണമായിട്ട് കണക്ട് ആകുമോ ഇല്ലയോ എന്നുള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു. സിനിമയിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ ഇപ്പം കാണുന്ന പോലത്തെ ഒരു സ്വീകാര്യത വരുമോ എന്നുള്ളത് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു വിഭാഗം ആൾക്കാർക്കൊക്കെ ഇതാകും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് ഫിലിം മേക്കിങ്ങിൽ ത്രൂ ഔട്ടുള്ള സംഗതിയാണ് ഈ അൺപ്രഡിക്റ്റബിലിറ്റി എന്നുള്ളത്. അത് അതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോമിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് പോസ്റ്റ് റിലീസിൽ നമുക്ക് ഉള്ള ഒരു സന്തോഷം. ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. കളങ്കാവർ ഇനിയും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടട്ടെ തിയേറ്ററിൽ. ഇനി വരുന്ന സിനിമകളും ജിതിന്റെ ഭാഗത്തുനിന്ന് വരുന്ന സിനിമകളും ഭയങ്കര മോസ്റ്റ് അവൈറ്റിംഗ് ആണ് കാത്തിരിക്കാൻ. താങ്ക് യു സോ മച്ച്.